ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ടു സെഡ് എജു ടിപ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ നാല് ഓപ്ഷനും എന്താണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. കൂടാണ്ട് അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് പോയിൻറ്സും കൂടി പഠിക്കുന്നുണ്ട്. അപ്പം ഇനി വരുന്ന എല്ലാ എക്സാമുകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്. ഇതിനു മുൻപ് നമ്മളൊരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണുക. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ് ദോസ് ഹൂ ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് കണ്ടുപിടിക്കാനുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്. അപ്പോൾ സിമെട്രി എന്നുള്ളതാണ് വേർഡ്. ഈ 4 എണ്ണത്തിൽ ഏതാണ് കറക്റ്റ് സ്പെല്ലിങ്? ബി ഓപ്ഷനാണ് കറക്റ്റ്. SYMMETRY, ലാസ്റ്റ് ട്രൈ എന്നോർത്ത് വെച്ചാൽ മതി. സിമെട്രൈ നമ്മൾ എഴുതുന്ന പോലെ വായിക്കുക. അങ്ങനെ ആകുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സിമെട്രൈ ആണ്, അങ്ങനെ ഓർത്ത് വെക്കുക. ഇനി ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്പെല്ലിംഗ് കറക്ഷനും കൂടി നമുക്ക് നോക്കാം. ഒന്നാമത് ടെൻഡൻസി എന്ന് വായിക്കുക, ടെൻഡൻസി. അതുപോലെ തന്നെ സർവൈലൻസ് മുൻപ് ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിലൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കൊന്ന് നോക്കുക. സർവൈലൻസ് എങ്ങനെ വായിക്കാം? സർവേ ഇല്ലാൻസ് എന്ന് വായിച്ചാൽ മതി. ഇല്ലാൻസ്, ILLANCE, ലാസ്റ്റ് ഇല്ലാൻസ്. സർവേ ഇല്ലാൻസ് എന്ന് വായിക്കുക. പിന്നെ സ്കിൽഫുൾ. ഈ സ്കിൽഫുള്ളിൽ സ്കില്ലിലും ഫുള്ളിലും ഓരോരോ എല്ലേ ഉള്ളൂ. 2 L തന്ന ഓപ്ഷന് നമുക്ക് കൊടുത്ത് നമ്മളെ പറ്റിക്കും. ഓർത്ത് വെക്കുക, സ്കിൽഫുള്ളിൽ ഒരെല്ലേ ഉള്ളൂ. സ്കില്ലിൽ ഒരെല്ല്, ഫുള്ളിൽ ഒരെല്ല്. അടുത്തത് സിമെട്രി, CEMETERY. എങ്ങനെ വായിക്കാം? സെമറ്ററി എന്ന് വായിച്ചാൽ മതി. സെമറ്ററി. അടുത്തത് ഒക്കുറൻസ് എന്ന് വായിക്കുക. ഒക്കുറൻസ്, റാ കുറച്ച് കടുപ്പിച്ച് വായിക്കുക. അപ്പോൾ 2 R ഉള്ളതായിട്ട് തോന്നും. ഒക്കുറൻസ്. അടുത്തത് കലൈഡോസ്കോപ്പ്. എങ്ങനെ വായിക്കാം? കാലൈഡോസ്കോപ്പ് എന്ന് പഠിക്കുക. കലൈഡോസ്കോപ്പ്. അതുപോലെ തന്നെ നമ്മുടെ ഹോമിയോപ്പതിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? ഹോമോഇയോപ്പതി എന്നാണ്. HO ഹോമോ, EO പതി, PATHY, ഹോമോഇയോപ്പതി. അങ്ങനെ വായിക്കുക ഹോമിയോപ്പതിൻ്റെ സ്പെല്ലിങ്. അതുപോലെ തന്നെ ന്യൂമോണിയൻ്റെ സ്പെല്ലിങ് PNEUMONIA എന്ന് വായിക്കുക. അതായത് PNEUMONIA, പിന്നെ ന്യൂമോണിയ. ഇങ്ങനെ എഴുതുന്നത് പോലെ വായിച്ചു വെച്ചാൽ സ്പെല്ലിംഗ് കറക്ഷൻ തെറ്റാണ്ട് എഴുതാൻ പറ്റും. ഇനി ബാക്കി സ്പെല്ലിംഗ് കറക്ഷൻ നമ്മൾ അടുത്ത ഇതേപോലത്തെ ക്വസ്റ്റ്യൻ വരുമ്പം വീണ്ടും പറയും. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സ്പെല്ലിംഗ് കറക്ഷൻ പഠിച്ചെടുക്കാൻ പറ്റും. രണ്ടാമത്തെ ക്വസ്റ്റ്യന്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് ഫ്രേസൽ വെർബ്. ഫ്രേസൽ വെർബ് ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ കറക്റ്റ് ഫ്രേസൽ വെർബ് ചേർക്കാനാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന്. വെൻ ദ ബോംബ് ഡാഷ് എവരിവൺ റാൻ ഹെൽട്ടർ സ്കെൽട്ടർ. അപ്പം ബോംബ് പൊട്ടിയപ്പം എല്ലാവരും പരിഭ്രാന്തപ്പെട്ട് അല്ലെങ്കിൽ പേടിപ്പെട്ട് ഓടി എന്നുള്ളതാണ്. അപ്പം ബോംബ് പൊട്ടുന്നതിന് ഈ 4 എണ്ണത്തിൽ ഏതാണ് പറയുക? പുട്ട് ഓഫ്, ഫാൾ ഔട്ട്, വെൻഡ് ഓഫ്, സോർട്ടഡ് ഔട്ട്. ഏതായിരിക്കും? വെൻഡ് ഓഫ് ആണ്. എക്സ്പ്ലോഡ്, പൊട്ടിത്തെറിക്കുക. ഈ ഗോ ഓഫിൻ്റെ പാസ്റ്റ് ആണ് വെൻഡ് ഓഫ്. അപ്പം വെൻഡ് ഓഫിൻ്റെ അർത്ഥം എന്താണ്? എക്സ്പ്ലോഡ്, പൊട്ടിത്തെറിക്കുക. അപ്പോൾ ബോംബ് എക്സ്പ്ലോഡ് ചെയ്തപ്പം എന്താ പറയുക? എവരിവൺ റാൻ ഹെൽട്ടർ സ്കെൽട്ടർ എന്നാണ്. ഹെൽട്ടർ സ്കെൽട്ടർ എന്ന് പറഞ്ഞാൽ പരിഭ്രാന്തിപ്പെട്ട് ഓടുക അല്ലെങ്കിൽ പേടിപ്പെട്ട് ഓടുക എന്നൊക്കെയാണ്. അപ്പം ഈ 4 ഓപ്ഷൻ്റെ അർത്ഥം ഒന്ന് നോക്കാം. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? പുട്ട് ഓഫ് പോസ്റ്റ്പോണ്ട്, മാറ്റി വെക്കുന്നതിനാണ് പുട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോണ്ട്, മാറ്റി വെക്കുക. അതുപോലെ തന്നെ പുട്ട് ഓൺ ആണെങ്കിലോ? പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ വിയർ, ഡ്രസ്സ് ധരിക്കുന്നതിനാണ് പുട്ട് ഓൺ എന്ന് പറയുന്നത്.
ഇനി ഫാൾ ഔട്ടിന്റെ അർത്ഥം എന്താണ്? ടു ആർഗ്യൂ, വഴക്കിടുക. ഫാൾ ഔട്ട്, ടു ആർഗ്യൂ, വഴക്കിടുക. വെന്റ് ഓഫ് നമ്മൾ പറഞ്ഞു എന്താണ്? എക്സ്പ്ലോഡ്, പൊട്ടിത്തെറിക്കുക. അപ്പോൾ പുട്ട് ഓഫിന്റെ കൂടെ പുട്ട് ഓണും കൂടി ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ വെന്റ് ഓഫിന്റെ കൂടെ വെന്റ് ഓൺ കൂടി ഓർത്ത് വെക്കുക. കണ്ടിന്യൂ എന്നാണ് വെന്റ് ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ, ഗോ ഓൺ, കണ്ടിന്യൂ എന്നാണ് വെന്റ് ഓണിന്റെ അർത്ഥം. സോർട്ടഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ശരിയാക്കുക എന്നാണ്. സോർട്ടഡ് ഔട്ട്, ശരിയാക്കുക. പുട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ട് PSC ഇതുവരെ ചോദിച്ച എല്ലാ ഫ്രേസൽ വെർബും നമുക്ക് ഇവിടെ തന്നെ അങ്ങ് പഠിക്കാം. പുട്ട് എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന പുട്ടല്ല കേട്ടോ, PUT പുട്ട്. അപ്പോൾ ആ പുട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ഫ്രേസൽ വെർബും നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ അങ്ങ് പഠിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രേസൽ വെർബ് നോക്കാം. പുട്ട് ഓഫ് നമ്മൾ പറഞ്ഞു എന്താണ്? പോസ്റ്റ്പോണ്ട്, മാറ്റി വെക്കുക. ഇപ്പോൾ ഒരു മീറ്റിംഗ് ഒക്കെ ഇന്ന് തീരുമാനിച്ച മീറ്റിംഗ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കുന്നതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പുട്ട് ഓഫ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ റേസ്, ഉയർത്തിക്കൊണ്ടുവരിക അല്ലെങ്കിൽ സ്റ്റേ ചെയ്യുക എന്നൊക്കെയാണ് മീനിങ്. പുട്ട് ഓൺ നമ്മൾ നേരത്തെ പറഞ്ഞു വിയർ, ധരിക്കുക, വസ്ത്രം ധരിക്കുന്നതിനൊക്കെയാണ് എന്ത് പറയുന്നത്? പുട്ട് ഓൺ എന്ന് പറയുന്നത്. അടുത്തത് പുട്ട് ഔട്ട്, എക്സ്റ്റിങ്യൂഷ്, കെടുത്തുക, തീയൊക്കെ കെടുത്തുക അല്ലെങ്കിൽ മെഴുകുതിരി കെടുത്തുക. അങ്ങനെയുള്ള തീ കെടുത്തുന്നതിനാണ് ഏത് ഫ്രേസ് ഉപയോഗിക്കുന്നത്? പുട്ട് ഔട്ട്. പുട്ട് ഔട്ടിൻ്റെ അർത്ഥം എന്താണ്? എക്സ്റ്റിങ്യൂഷ് എന്നാണ്. ഈ പുട്ട് ഔട്ടിൻ്റെ മീനിങ്ങും ചോദിച്ചിട്ടുണ്ട് കേട്ടോ PSC മുൻപ്. എക്സ്റ്റിങ്യൂഷ്, EXTINGUISH, എക്സ്റ്റിങ്യൂഷ്. അടുത്തത് പുട്ടപ്പ് നമ്മൾ പറഞ്ഞു. പുട്ടപ്പ് വിത്ത് എന്താണ്? ടോളറേറ്റ്, ഇമ്പോർട്ടൻ്റ് ആണ്. സഹിക്കുക, നമ്മൾ സഹിക്കുന്നത്, ഒരു സാഹചര്യത്തോട് സഹിക്കുന്നത് അല്ലെങ്കിൽ ഒരാളുടെ സ്വഭാവം നമ്മൾ സഹിക്കുന്നത്, ഇങ്ങനെ സഹിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? പുട്ടപ്പ് വിത്ത് എന്ന് പറയുന്നത്, ടോളറേറ്റ്. എന്നാൽ പുട്ട് എക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു കമ്മ്യൂണിക്കേറ്റ് ആണ് പുട്ട് എക്രോസ്. ഇവിടെ നമുക്ക് തെറ്റാൻ സാധ്യതയുള്ള ഒരു ഫ്രേസൽ വെർബും കൂടിയുണ്ട്, കം എക്രോസിന്റെ മീനിങ് എന്താണ്? ബൈ ചാൻസിൽ കണ്ടുമുട്ടുന്നതിനാണ് കം എക്രോസ് എന്ന് പറയുന്നത്. കം എന്ന് പറഞ്ഞാൽ എന്താ? വരിക എന്നാണ് അല്ലേ? അപ്പോൾ വന്നാലല്ലേ ബൈ ചാൻസിൽ കാണുള്ളൂ. അപ്പം അങ്ങനെ ഓർത്താൽ മതി. കം എക്രോസ് എന്ന് പറഞ്ഞാൽ ബൈ ചാൻസിൽ കണ്ടുമുട്ടുക എന്നാണ്. എന്നാൽ പുട്ട് എക്രോസ് ആണെങ്കിലോ ടു കമ്മ്യൂണിക്കേറ്റ് ആണ്. പുട്ടപ്പ് വിത്ത് ടോളറേറ്റ്. ഇനി പുട്ട് ഫോർവേഡ്, ടു മേക്ക് എ സജഷൻ, ഒരു സജഷൻ പറയുന്നതിനാണ് അല്ലെങ്കിൽ സജഷൻ കൊണ്ടുവരുന്നതിനാണ് എന്ത് പറയുന്നത്? പുട്ട് ഫോർവേഡ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ പുട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ആൻറ്റോണിം ഓഫ് ഗ്യാലൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഈ നാല് ഓപ്ഷനിൽ ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്യാലൻറ്റ് ഏതാണ്? ഓപ്ഷൻ A ആണ്, കൊവാർഡ്. ഗ്യാലൻറ്റിൻ്റെ ഓപ്പോസിറ്റ് കൊവാർഡ് എന്നാണ്. എന്നാൽ ബാക്കി 4 ഓപ്ഷനും എന്താണ് അതിൻ്റെ ആൻറ്റോണിം ഉണ്ടെങ്കിൽ അതിൻ്റെ ആൻറ്റോണിം എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇനി നമ്മൾ ഡിഫിഡൻറ്റിൻ്റെ ഓപ്പോസിറ്റ്. അതിനു മുമ്പ് ഈ കൊവാർഡിൻ്റെ മീനിങ് എന്താണ്? ഭീരു എന്നാണ്. കൊവാർഡ് ഭീരു. ഇപ്പോൾ ഗ്യാലൻറ്റിൻ്റെ ഓപ്പോസിറ്റാണ് ഭീരു. ഡിഫിഡൻറ്റിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? കോൺഫിഡൻ്റ് എന്നാണ്. കോൺഫിഡൻറ്റ് നമുക്കറിയാം അല്ലേ? ഇപ്പോൾ ഡിഫിഡൻറ്റ് നമുക്ക് ആ കോൺഫിഡൻറ്റ് ഇല്ലാത്ത അവസ്ഥയാണ്. ഡിഫിഡൻറ്റിൻ്റെ ഓപ്പോസിറ്റ് കോൺഫിഡൻറ്റ്. ഗ്യാലൻറ്റിൻ്റെ ഓപ്പോസിറ്റാണ് കൊവാർഡ്. ഇനി ഹാൻസം എന്നതിൻ്റെ ഓപ്പോസിറ്റ് അഗ്ലി എന്നാണ്. നമ്മൾ ഹാൻസം വുമൺ അല്ലെങ്കിൽ ഹാൻസം മാൻ, ഹാൻസം വുമൺ എന്നൊക്കെ പറയാറില്ലേ? അതിന് നേരെ ഓപ്പോസിറ്റാണ് അഗ്ലി. ഹാൻസം, അഗ്ലി. ബോൾഡ് പിന്നെ നമുക്കറിയാം, ബോൾഡായിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ഓപ്പോസിറ്റും കൂടി നോക്കി പോവാം. വെർണാക്കുലറിൻ്റെ ഓപ്പോസിറ്റാണ് ഫോറിൻ. നമ്മൾ വെർണാക്കുലർ പ്രസ് ആക്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, നാട്ടുഭാഷ അല്ലെ? വെർണാക്കുലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളത്. അതിന് നേരെ ഓപ്പോസിറ്റ് എന്താണ്? ഫോറിൻ. വെർണാക്കുലറിൻ്റെ ഓപ്പോസിറ്റാണ് ഫോറിൻ. ഇനി വാരി, WARY ആണ് വാരി. വാരിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? കെയർലെസ്. ഈ ഓപ്പോസിറ്റ്സ് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഒന്നുകൂടെ പറയാം. ഡിഫിഡൻറ്റിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? കോൺഫിഡൻ്റ് എന്നാണ്. ഹാൻസം അഗ്ലി ആണ്. ഇനി ഷാർപ്പിൻ്റെ ഓപ്പോസിറ്റ് ബ്ലൻഡ്, BLUNT
BLUNT ആണ്. ഇവിടെ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. BLUNT ആണ് ബ്ലണ്ട്. ഷാർപ്പ്, ബ്ലണ്ട്, അതായത് മൂർച്ചയുള്ളതും മൂർച്ചയില്ലാത്തതും. അതുപോലെ തന്നെ അടുത്തത് സിന്തറ്റിക്. സിന്തറ്റിക്കിൻ്റെ ഓപ്പോസിറ്റ് നാച്ചുറൽ ആണ്. നമുക്കറിയാം സിന്തറ്റിക് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ സിന്തറ്റിക്കിൻ്റെ ഓപ്പോസിറ്റ് നാച്ചുറൽ. വെർണാക്കുലർ. വെർണാക്കുലർ നമ്മൾ പറഞ്ഞു എന്താണ്, വെർണാക്കുലർ പ്രസ് ആക്ട്, നാട്ടുഭാഷാ പത്ര നിയമം. അപ്പം നമ്മുടെ നാട്ടിലുള്ളത്. അതിന് നേരെ ഓപ്പോസിറ്റ് ഫോറിൻ. ഇനി വാരി, WARY, വാരി. ഓപ്പോസിറ്റ് എന്താണ്? കെയർലെസ് ആണ്. വാരിൻ്റെ മീനിങ് എന്താ? ഉൾഭയം അല്ലെങ്കിൽ മുൻകരുതലുള്ള എന്നാണ് വാരിൻ്റെ മീനിങ്. കെയർലെസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധയില്ലാത്ത, കരുതലില്ലാത്ത. പിന്നെ വാക്സിങ്. വാക്സിങ്ങിൻ്റെ ഓപ്പോസിറ്റാണ് വാണിംഗ്. വാക്സിങ് എന്ന് പറഞ്ഞാൽ വളർച്ച, വാണിംഗ് എന്ന് പറഞ്ഞാൽ തളർച്ച. ഇവിടെയും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ WANING എന്നാണ് വാണിംഗ്. ഈ വാണിംഗ് നമ്മൾ വാൺ ചെയ്യുക എന്ന് പറയില്ലേ, ആ വാണിംഗ് ആണ്. പക്ഷേ ഇവിടെ വാക്സിങ്ങിൻ്റെ ഓപ്പോസിറ്റ് WANING വാണിംഗ് ആണ്. ഈ വാണിംഗ് അല്ല. ഒന്ന് തിരുത്തി വായിക്കണേ. അടുത്തത് ട്രാൻസ്പെറൻറ്റ്. ട്രാൻസ്പെറൻറ്റിൻ്റെ ഓപ്പോസിറ്റാണ് ഒപ്പേക്ക്. ട്രാൻസ്പെറൻറ്റ് വിസിബിൾ ആയത്, തെളിഞ്ഞത്. ഒപ്പേക്ക് നോട്ട് വിസിബിൾ, അതായത് തെളിച്ചയില്ലാത്തത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ വൺ വേർഡ്. അപ്പം നമ്മൾ വൺ വേർഡാണ് അടുത്തത് പഠിക്കാൻ പോകുന്നത്. ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഹെവൻലി ബോഡീസ്. അതായത് ഹെവൻലി ബോഡീസിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയ്ക്ക് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻസർ ഏതാണ്? ആസ്ട്രോണമിയാണ്. ആസ്ട്രോണമിയാണ് ഹെവൻലി ബോഡീസിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. ഇനി ബാക്കിയുള്ള എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആന്ത്രപ്പോളജി നമുക്കറിയാം എന്താണ്, നരവംശാസ്ത്രമാണ്. എന്നാൽ ആസ്ട്രോളജി ബഹിരാകാശവുമായി ബന്ധപ്പെട്ട പഠനമാണ്. ആർക്കിയോളജി പുരാവസ്തു ഗവേഷണവുമായി ബന്ധപ്പെട്ട പഠനം. ആസ്ട്രോണമി ഇപ്പം നമ്മൾ പറഞ്ഞു ഹെവൻലി ബോഡിയുടെ പഠനമാണ് ആസ്ട്രോണമി. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് വൺ വേർഡും കൂടി പഠിക്കാം. എ പേഴ്സൺ ഹൂ നോൺസ് മെനി ലാംഗ്വേജ്. ഒരുപാട് ലാംഗ്വേജ് അറിയുന്ന പേഴ്സൺ, അങ്ങനെയുള്ള ആളെ പറയുന്ന പേരെന്താണ്? ലിംഗ്വിസ്റ്റ് എന്നാണ്. ലിംഗ്വിസ്റ്റ്. അപ്പം എ പേഴ്സൺ ഹൂ നോസ് മെനി ലാംഗ്വേജസ്, ഒരുപാട് ലാംഗ്വേജസ് അറിയുന്ന ആൾ ലിംഗ്വിസ്റ്റ് ആണ്. അതുപോലെ തന്നെ എ ഗവൺമെൻറ് ബൈ ഫ്യൂ പീപ്പിൾ ഇൻ പവർ. ഫ്യൂ പീപ്പിൾ ഭരിക്കുന്ന ഗവൺമെൻറ് പറയുന്ന പേരെന്താണ്? ഒലിഗാർക്കി എന്നാണ്. ഒലിഗാർക്കി. ഓർത്ത് വെക്കുക, ഫ്യൂ പീപ്പിൾ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് പറയുന്ന പേരാണ് ഒലിഗാർക്കി. അടുത്തത് എ ബ്രീഫ് നോട്ടീസ് ഓഫ് എ പേഴ്സൺസ് ഡെത്ത് എസ്പെഷ്യലി ഇൻ എ ന്യൂസ് പേപ്പർ. അതായത് ചരമകോളമാണ് ഉദ്ദേശിക്കുന്നത്. ഒബിച്വറി. ചരമകോളത്തിന് എന്താ പറയുന്നത്? ഒബിച്വറി. എ ബ്രീഫ് നോട്ടീസ് ഓഫ് എ പേഴ്സൺസ് ഡെത്ത് എസ്പെഷ്യലി ഇൻ എ ന്യൂസ് പേപ്പർ. എന്താണ്? ഒബിച്വറി, ചരമകോളം. അടുത്തത് എ പേഴ്സൺ ഹു ഹെയ്റ്റ്സ് മാൻകൈൻഡ്. മാൻകൈൻഡ് ഹെയ്റ്റ് ചെയ്യുന്ന പേഴ്സൺസിന് പറയുന്ന പേരെന്താണ്? മിസാന്ത്രോപ്പിസ്റ്റ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ എ പേഴ്സൺ ഹു ലവ്സ് മാൻകൈൻഡ് ആണെങ്കിലോ? ഫിലാന്ത്രോപ്പിസ്റ്റ്. സ്പെല്ലിംഗ് ഒന്ന് പറയാം. PHILANTHROPIST. ഫിലാന്ത്രോപ്പിസ്റ്റ് ആണ്. എ പേഴ്സൺ ഹു ഹെയ്റ്റ് മാൻകൈൻഡ് ആണെങ്കിൽ മിസാന്ത്രോപ്പിസ്റ്റ്, ലവ് മാൻകൈൻഡ് ആണെങ്കിൽ ഫിലാന്ത്രോപ്പിസ്റ്റ്. അടുത്തത് എ പേഴ്സൺ ഹു മേക്ക് എ സുപ്രീം സാക്രിഫൈസ് ഫോർ എ നോബിൾ കോസ്. നോബിൾ കോസിന് മരണപ്പെടുന്ന ആള് മാർട്ടിയർ, അതായത് രക്തസാക്ഷിയാവുന്നതിന് പറയുന്നതാണ് മാർട്ടിയർ. MARTYR, മാർട്ടിയർ, രക്തസാക്ഷിയാവുക. അടുത്ത ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ പ്രോവർബ്. നമ്മളോട് പ്രോവർബ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ആൻ ഐഡിൽസ് മൈൻഡ് ഡാഷ് എന്നാണ്. ഇതിന്റെ ബാക്കി എന്താണ്? ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്നാണ്. അപ്പം ആൻ ഐഡിൽസ് മൈൻഡ് ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്നാണ് ആ പ്രോവർബ്. അടുത്ത ക്വസ്റ്റ്യന്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് ടെൻസ് ഫോം. അപ്പോൾ കറക്റ്റ് ടെൻസ് ഫോം യൂസ് ചെയ്യാനാണ്. ഞാൻ ആ ക്വസ്റ്റ്യൻ ഇവിടെ അടിക്കാൻ വിട്ടുപോയി.
അത് ഞാനൊന്ന് വായിക്കാം കേട്ടോ. ജോൺ ആൻഡ് ഹിസ് ഫ്രണ്ട് ഡാഷ് ഫോർ 10 minutes. ഇവിടെ ഈ 4 ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് എന്ന്? ഏതാണ് ആൻസർ? ഏതാ? ഹാവ് ബീൻ ഗോസിപ്പിംഗ് എന്നാണ്. കാരണം ഇതിന്റെ റൂൾ എന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്തിൽ ആരംഭിച്ചതും ഇപ്പോഴും തുടരുന്നതുമായ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോമാണ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING. കണ്ടിന്യൂസ് ആണെങ്കിൽ ING ഉണ്ടാവും, അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഹാസോ ഹാവോ പ്ലസ് V3 ഫോം ഉണ്ടാവും. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ING ഉണ്ടാവും, ഹാവ് അല്ലെങ്കിൽ ഹാസ് പ്ലസ് ING ഉണ്ടാവും. അപ്പൊ ഇവിടെ ഓപ്ഷനിൽ ഹാസ് ബീൻ ഗോസിപ്പിംഗും ഉണ്ട്, ഹാവ് ബീൻ ഗോസിപ്പിംഗും ഉണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഹാസ് ബീൻ ഗോസിപ്പിംഗ് എടുക്കാത്തത്? ഇവിടെ നമ്മൾ 2 ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ജോൺ ആൻഡ് ഹിസ് ഫ്രണ്ട്. അപ്പം 2 ആളുകളെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ പാസ്റ്റ് ഫോം ആണ് എടുക്കേണ്ടത്, ഹാവ്. ഇനി ഇവിടെ ജോണിനെ മാത്രമാണ് പറയുന്നതെങ്കിലോ ഹാസ് ബീൻ ഗോസിപ്പിംഗ് എന്ന് മതി. അപ്പം ഇതിന്റെ റൂൾ എന്താണ്? കഴിഞ്ഞ കാലത്തിൽ ആരംഭിച്ചതും എന്നാൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതുമായ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ കൂടി പറയാം. രാജു ഹാസ് ബീൻ റൈറ്റിംഗ് എ നോവൽ ഫോർ 3 hours നൗ. അതായത് രാജു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, എന്നാൽ ഇപ്പോഴും എഴുതുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം എന്താണ്? ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ING ആണ്. അതായത് ഹാവ് ബീൻ ഗോസിപ്പിംഗ് അല്ലെങ്കിൽ ഹാസ് ബീൻ ഗോസിപ്പിംഗ് രണ്ടും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെയാണ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെയാണ്. പക്ഷെ ഇവിടെ ജോണും അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ടിനെയും കുറിച്ച് 2 ആളുകളെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഹാവ് ബീൻ ഗോസിപ്പിംഗ് എന്ന് എഴുതിയത്. ഇനി അവിടെ ജോണിനെ മാത്രം പറയുന്നതെങ്കിലോ ഹാസ് ബീൻ ഗോസിപ്പിംഗ് മതി. അതുപോലെ ഇവിടെ ഇപ്പം മറ്റേ എക്സാമ്പിൾ നോക്കുക. രാജു ഒരാളെ കുറിച്ചേ പറഞ്ഞുള്ളൂ. രാജു ഹാസ് ബീൻ റൈറ്റിംഗ് എ നോവൽ ഫോർ 3 hours നൗ. മറ്റൊരു കീവേഡ് ഇവിടെ ഫോർ ഉണ്ടാവും, കണ്ടില്ലേ? ഫോർ 3 hours. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യനിൽ രാജു അവന്റെ ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞ ക്വസ്റ്റ്യനിൽ എന്താ? ഫോർ 10 minutes. അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളതാണ് നമ്മൾ ഹാസ് ബീൻ അല്ലെങ്കിൽ പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന വേർഡാണത്, പെർഫെക്റ്റ് കണ്ടിന്യൂസിലൊക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ആർട്ടിക്കിൾസ്. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾ ചേർത്ത് പൂരിപ്പിക്കാനാണ്. ഈ ക്വസ്റ്റ്യന് ലാസ്റ്റ് ഭാഗം ഇച്ചിരിയും കൂടി ഉണ്ട്, ഞാൻ വായിക്കാം. അവിടെ ടൈപ്പ് ചെയ്തത് വന്നിട്ടില്ല. രാജധാനി ഈസ് വൺ ഓഫ് ഡാഷ് ഗ്രാൻഡസ്റ്റ് ട്രെയിൻ ഇൻ ഇന്ത്യ. ഇവിടെ ഏത് ആർട്ടിക്കിൾ ആണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് എങ്ങനെ പറയാ? ദ രാജധാനി ഈസ് വൺ ഓഫ് ദ ഗ്രാൻഡസ്റ്റ് ട്രെയിൻ ഇൻ ഇന്ത്യ. എന്തുകൊണ്ടാണ് 2 നമ്മളിവിടെ ഉപയോഗിച്ചതിന്റെ കാരണം എന്താണ്? അതായത് നമ്മൾ ട്രെയിനിന്റെ പേര്, അതുപോലെ തന്നെ ഷിപ്പിന്റെ പേര്, വലിയ ഹോട്ടൽസ്, ഡെസേർട്ടിന്റെ പേര്, അതുപോലെ തന്നെ പൊതുവെ നമ്മൾ ട്രെയിനിന്റെ പേര്, അതുപോലെ തന്നെ ഷിപ്പിന്റെ പേര്, പിന്നെ ഡെസേർട്ട്, അതുപോലെ തന്നെ റിവർ, മൗണ്ടെയിൻസ്, ഇങ്ങനെയുള്ള പേരുകളൊക്കെ പറയുമ്പോൾ നമ്മൾ ദ ചേർത്താണ് പറയുന്നത്. അപ്പൊ ഇവിടെ രാജധാനി എക്സ്പ്രസ് ആ ട്രെയിനിന്റെ പേരായതുകൊണ്ടാണ് നമ്മൾ ദ രാജധാനി എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ദ ഗ്രാൻഡസ്റ്റ്, കാരണം സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുൻപ് നമ്മൾ ദ ആണ് ചേർക്കുന്നത്. ഗ്രേറ്റസ്റ്റ്, സ്മോളസ്റ്റ്, ഇങ്ങനെ സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുൻപും എന്ത് ചേർക്കും? ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർക്കും. ഇവിടെ ഗ്രാൻഡസ്റ്റ് എന്ന് പറയുന്ന സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് EST ചേർത്തിട്ടുള്ള ഗ്രാൻഡസ്റ്റ്. അപ്പൊ അതിന് മുൻപ് നമ്മൾ എന്ത് ചേർക്കണം? ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർക്കണം. അതാണ് ഇവിടെ ദ രാജധാനി, അതുപോലെ തന്നെ ദ ഗ്രാൻഡസ്റ്റ് എന്ന് നമ്മൾ ആൻസർ ചെയ്തത്. ഇനി അടുത്ത ക്വസ്റ്റ്യന്, വാട്ട് ഈസ് ദ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് എ ഗ്രൂപ്പ് ഓഫ് ഫിഷ്? ഇവിടെ നമ്മൾ ഓരോന്നിന്റെയും കൂട്ടത്തിന് പറയുന്ന പേരാണ് പൂരിപ്പിക്കേണ്ടത്. ഇവിടെ ഫിഷിന്റെ കൂട്ടത്തിന് പറയുന്ന പേര് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ സ്കൂൾ ഉണ്ട്, മോബ് ഉണ്ട്, അതുപോലെ തന്നെ ബറ്റാലിയൻ ഉണ്ട്, ഹേർഡ് ഉണ്ട്. അപ്പൊ ഇവിടെ ഫിഷിന് നമ്മൾ സ്കൂൾ ഓഫ് ഫിഷ് എന്ന് പറയും. സ്കൂൾ ഓഫ് ഫിഷ് എന്നാണ് പറയുന്നത്. ഫിഷിന്റെ കൂട്ടത്തിന് നമ്മൾ ഷോൾ ഓഫ് ഫിഷ് എന്നും പറയും. ഷോൾ ഓഫ് ഫിഷ്. അപ്പൊ സ്കൂൾ ഓഫ് ഫിഷ് എന്ന് പറയും, ഷോൾ ഓഫ് ഫിഷ് എന്ന് പറയും. അതുപോലെ തന്നെ ഹേർഡ് എന്ന് പറയുന്നത്
നമ്മൾ ഹെഡ് ഓഫ് ബഫല്ലോ, ഹെഡ് ഓഫ് കൗ അല്ലെങ്കിൽ കൗ, ഹെഡ് ഓഫ് ഡീർ, ഹെഡ് ഓഫ് എലിഫന്റ്, അതുപോലെ തന്നെ ഹെഡ് ഓഫ് ജിറാഫ്, ഹെഡ് ഓഫ് ക്യാറ്റിൽ. ഇമ്പോർട്ടൻ്റ് ആണ് ഹെഡ് ഓഫ് ക്യാറ്റിൽ. ജിറാഫിന് ടവർ ഓഫ് ജിറാഫ് എന്നും കൂടി പറയും. ഓർത്താ മതി, ജിറാഫിന്റെ കഴുത്ത് ടവർ പോലെ, ടവർ ഓഫ് ജിറാഫ് എന്ന് പറയും, ഹെഡ് ഓഫ് ജിറാഫ് എന്ന് പറയും. അതുപോലെ തന്നെ പിന്നെ ഹെഡ് ഓഫ് ക്യാറ്റിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഹെഡ് ഓഫ് എലിഫന്റ്, ഹെഡ് ഓഫ് കൗ, ഹെഡ് ഓഫ് ബഫല്ലോ. എന്നാൽ സ്കൂൾ ഓഫ് ആൻഡ് ഷോൾ ഓഫ് ഫിഷ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, fill in the blanks with a suitable answer from those given below. Either my shoes or your coat dash always on the floor. ഇവിടെ ഇത് കോൺകോഡ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഈ ഓപ്ഷനിലുള്ള ഏത് വെർബ് ഫോം ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ആൻസർ ബി ഓപ്ഷൻ ആണ്. ഐദർ മൈ ഷൂസ് ഓർ യുവർ കോട്ട് ഈസ് ഓൾവേസ് ഓൺ ദ ഫ്ലോർ. എന്തുകൊണ്ടാണ് ഇവിടെ ഈസ് ഉപയോഗിച്ചതെന്നുള്ളത് നമുക്ക് പറയാം. ഓർ, അതുപോലെ തന്നെ നോർ, ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ബോത്ത് ആൻഡ് എന്നിവ ഉപയോഗിച്ച് രണ്ട് സെൻറ്റൻസുകളെ യോജിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചാണ് നമ്മൾ വെർബ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നോക്ക്, ഐദർ മൈ ഷൂസ് ഓർ യുവർ കോട്ട്. അപ്പം യുവർ കോട്ട് എന്നുള്ള ആ രണ്ടാമത്തെ സബ്ജക്റ്റ് ഉണ്ടല്ലോ, അതിനനുസരിച്ചാണ് ഐദർ ഓർ, നൈദർ നോർ, നോറൊക്കെ വന്നാൽ നമ്മൾ വെർബ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ കോട്ട് സിംഗുലർ ആയതുകൊണ്ടാണ് നമ്മൾ ഈസ് ഉപയോഗിച്ചത്. ഇനി ഇവിടെ കോട്ട്സ് എന്നാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുമായിരുന്നു? ആർ ഉപയോഗിക്കുമായിരുന്നു. ഒരു എക്സാമ്പിളും കൂടി പറയാം. നൈദർ ഹിസ് ബ്രദർ നോർ ഹിസ് സിസ്റ്റർ ഡാഷ് വൈസ്. ഇവിടെ ഹിസ് സിസ്റ്ററിനെയാണ് പറയുന്നത്. സിസ്റ്റർ ഒറ്റ സിസ്റ്ററിനെ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് ഉപയോഗിക്കും? ഈസ് വൈസ്. അവിടെയും സിംഗുലർ ഉപയോഗിക്കും. അപ്പം ഇങ്ങനെ രണ്ട് വേർഡുകളെ തമ്മിൽ നമ്മൾ ഈ പറഞ്ഞ വേർഡ്സ് ഒക്കെ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചാൽ, രണ്ട് സെൻറ്റൻസുകളെ തമ്മിൽ ബന്ധിപ്പിച്ചാൽ നമ്മൾ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചാണ് വെർബ് ഉപയോഗിക്കേണ്ടത്. അപ്പം അതാണ് ഇവിടുത്തെ റൂള്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം.